ഇനി നമുക്ക് ദശകം 95 6ാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. ചിത്താർദ്രീഭാവമുച്ചൈർവപുഷി ച പുളകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധ്യേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേഃ ത്വദ്ഗാഥാസ്വാദസിദ്ധാഞ്ജന സതത മരീമൃജ്യമാനോയമാത്മാ ചക്ഷുർവത്തത്വസൂക്ഷ്മം ഭജതി നതു തഥാഭ്യസ്തയാ തർക്കകോട്യാ. ഈ ശ്ലോകത്തിലെ ഭട്ടതിരി പറയണത് ഈ മനഃശുദ്ധി വരുത്താൻ ഏറ്റവും നല്ലത് ഭക്തി മാത്രമാണ്. അല്ലാണ്ട് കുറെ തപസ് ചെയ്തത് കൊണ്ടോ കുറെ വിദ്യ അഭ്യസിച്ചത് കൊണ്ടോ ഒന്നും മനസ്സിന് ശുദ്ധി കൈവരില്ല. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ചിത്തശുദ്ധി വരികയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തില് പറയണത്. നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം. ആദ്യം ചിത്താർദ്രീഭാവമുച്ചൈർവപുഷി, അത് പദം പിരിച്ചാൽ ചിത്താർദ്രീഭാവം ഉച്ചൈഹി വപുഷി ച പുളകം ഹർഷബാഷ്പം ച ഹിത്വാ. അതുവരെ അർത്ഥം പറയാം. അപ്പോ ചിത്താർദ്രീഭാവം, ചിത്തം പറഞ്ഞ മനസ്സ്, ആർദ്രീഭാവം പറഞ്ഞാല് ആർദ്രത, അലിവ് ഒക്കെയാണ്. അപ്പൊ ചിത്താർദ്രീഭാവം പറഞ്ഞ മനസ്സിനുള്ള അലിവ്. പിന്നെ ചിത്താർദ്രീഭാവം ഉച്ചൈഹി വപുഷി ച പുളകം, വപുഷി ഉച്ചൈഹി പുളകം ച, വപുഷി ദേഹത്തിൽ, ഉച്ചൈഹി പറഞ്ഞ ധാരാളമായിട്ടുണ്ടാകുന്ന, പുളകം ച രോമാഞ്ചവും. പിന്നെ ഹർഷബാഷ്പം പറഞ്ഞാൽ, ഹർഷം പറഞ്ഞ സന്തോഷം, ബാഷ്പം പറഞ്ഞ കണ്ണീര്. അപ്പൊ ഹർഷബാഷ്പം പറഞ്ഞാൽ സന്തോഷ കണ്ണീര്. ച ഹിത്വ, ആ സന്തോഷ കണ്ണീരും ഹിത്വ ഇല്ലാണ്ട് എന്നാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഇതൊക്കെ ശരിക്കുള്ള ഒരു ഭക്തിയുടെ ബാഹ്യ ലക്ഷണങ്ങളാണ്. മനസ്സിൽ വല്ലാണ്ട് ഭക്തി ഉണ്ടായാൽ അതിൻ്റെ ലക്ഷണമായിട്ട് പുറത്ത് കാണുന്ന കാര്യങ്ങളാണ് ഈ മേലൊക്കെ രോമാഞ്ചം ഉണ്ടാവുക, കണ്ണീരൊഴുകുക എന്നുള്ളത്. അതുപോലെ അകത്ത് വരണ മാറ്റാണ് മനസ്സ് ആർദ്രീഭവിക്കുക, മെൽറ്റിംഗ് ഓഫ് ദി ഹാർട്ട്. ഇതൊക്കെ ഭക്തി കൊണ്ടുണ്ടാവുന്നതാണ്. ഇതൊന്നും കൂടാതെ കഥം വാ എന്നാണ് അടുത്തത്. ചിത്തം ശുദ്ധ്യേത് കഥം വാ എന്നാണ്. കഥം വാ ചിത്തം ശുദ്ധ്യേത്, കഥം വാ എങ്ങനെയാണ് ചിത്തം ശുദ്ധ്യേത് മനസ്സ് ശുദ്ധമായി തീരുക, അതാണ് ഇതുവരെ ഉള്ളത്. ഈ മനസ്സിനുള്ള അലിവ്, ശരീരത്തില്, ഇതൊക്കെ ഭക്തി കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഭക്തി നല്ലവണ്ണം ഉണ്ടായാൽ മനസ്സ് ആർദ്രീഭവിക്കുന്നു, ശരീരമാകെ പുളകമുണ്ടാകുന്നു, ആനന്ദ ബാഷ്പം അങ്ങനെ പ്രവഹിക്ക് കണ്ണെന്ന്. അപ്പോ ഇതൊക്കെ ഹിത്വ പറഞ്ഞ ഇതൊന്നും ഇല്ലാണ്ട് ചിത്തം കഥം വാ ശുദ്ധിയത്, മനസ്സ് എങ്ങനെയാണ് ശുദ്ധമാവുക എന്നാണ്. പിന്നെന്താ പറയണത്? കിമു ബഹു തപസാ വിദ്യയാ വീതഭക്തേഹേ, ബഹുതപസ വീതഭക്തേഹേ ബഹുതപസ വിദ്യയാ വാ കിമു എന്നാണ്. കിമുച്ച എന്താ കാര്യം എന്നാണ്. ബഹുതപസ ഒരുപാട് തപസ് ചെയ്തിട്ടും വിദ്യ അഭ്യസിച്ചിട്ടും ഒക്കെ വീതഭക്തേഹേ, വീതഭക്തേഹേ പറഞ്ഞാൽ ഭക്തി ഇല്ലാത്തവന്, അതായത് ഒട്ടും ഭക്തി ഇല്ലാണ്ട് എന്നാണ്. വീതഭക്തേഹേ ബഹുതപസ, ഒട്ടും ഭക്തി ഇല്ലാത്ത ഒരാളുടെ കുറെ തപസ്സുകൾ കൊണ്ട്, കുറെ വിദ്യ അഭ്യസിച്ചത് കൊണ്ട് കിമു എന്താ കാര്യം, എന്തുണ്ടാകുന്നു വെച്ചാൽ അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. ഒരു ഭക്തിയില്ലാത്ത ആള് എത്ര തപസ് ചെയ്തിട്ടും എത്ര വിദ്യ അഭ്യസിച്ചിട്ടും ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് പിന്നെന്താ പറയണത്? ത്വദ്ഗാഥാസ്വാദ
സിദ്ധാഞ്ജന സതത മരീമൃജ്യമാന അയം ആത്മാ. അങ്ങനെയാണ് പദം പിരിക്കുമ്പോൾ. അതിന്റെ അർത്ഥം എന്താന്ന് നോക്കാം. ത്വത് ഗാഥ ആസ്വാദം എന്ന് പറഞ്ഞ ത്വത് ഗാഥ മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ്, നിന്തിരുവടിയുടെ ആ പുണ്യചരിതങ്ങളെ ആസ്വാദം പറഞ്ഞാൽ ആസ്വദിക്കലാകുന്ന സിദ്ധാഞ്ജനം. സിദ്ധാഞ്ജനം പറഞ്ഞാൽ പണ്ട് കാലത്ത് കണ്ണിനൊക്കെ എന്തെങ്കിലും രോഗം വന്നു, കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വന്നാലും ഒക്കെ കണ്ണിൽ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കും. അല്ലെങ്കിൽ സാധാരണ കൺമഷിയിലൊക്കെ കണ്ണിന് ഗുണാണ് വെച്ചിട്ട് കൂട്ടിച്ചേർക്കണ ഒരു സാധനമാണ് അഞ്ജനം. സിദ്ധാഞ്ജനം പറഞ്ഞാൽ കണ്ണിന് മരുന്നായിട്ടുള്ള ഒരു സാധനമാണ് സിദ്ധാഞ്ജനം. അപ്പോ അത് കണ്ണിൽ എഴുതും. കണ്ണിന് എന്തെങ്കിലും കാഴ്ചക്കുറവോ അസുഖോ രോഗമോ വന്നാല്. അപ്പൊ ഇവിടെ എന്താ പറയണത് എന്ന് വെച്ചാല്, ഭഗവാനെ ത്വത് ഗാഥ ആസ്വാദ, അങ്ങയുടെ പുണ്യകഥകളൊക്കെ ആസ്വദിക്കുക എന്ന സിദ്ധാഞ്ജനം. ആ സതത മരീമൃജ്യമാനോയം ആത്മാ, സതതം ച ആ അങ്ങയുടെ കഥ കേൾക്കുക എന്ന ആ സിദ്ധാഞ്ജനം സതതം എപ്പോഴും. അതുകൊണ്ട് മരീമൃജ്യമാനഹ അയം ആത്മാ. മരീമൃജ്യമാനഹ പറഞ്ഞാൽ ഇങ്ങനെ ശുദ്ധമാക്കി തുടച്ച് വൃത്തിയാക്കുക. അങ്ങനെ വൃത്തിയാക്കി സതതം എപ്പോഴും ഇങ്ങനെ അതുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്ന അയം ആത്മാ. അങ്ങനെ ശുദ്ധി വരുത്തിക്കൊണ്ടിരുന്നാൽ, എപ്പോഴും ശുദ്ധി വരുത്തിക്കൊണ്ടിരുന്നാൽ എന്നാണ് സതത മരീമൃജ്യമാനഹ അയം ആത്മാ. അങ്ങനെയുള്ള ഈ ആത്മാവ് ചക്ഷുർവത് പറഞ്ഞാൽ, ചക്ഷു പറഞ്ഞ കണ്ണ്, ചക്ഷുർവത് പറഞ്ഞ കണ്ണിനെ പോലെ, തത്വസൂക്ഷ്മം ഭജതി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ തത്വത്തിൽ എത്തിച്ചേരുന്നു. അതായത് കണ്ണിൽ സിദ്ധാഞ്ജനം എഴുതിയാൽ കാഴ്ച കുറഞ്ഞ കണ്ണിനും കൂടി ഇതങ്ങനെ സതതം എപ്പോഴും ആ സിദ്ധാഞ്ജനം അങ്ങനെ കണ്ണിൽ എഴുതിയാൽ പതുക്കെ പതുക്കെ കാഴ്ച കിട്ടി കിട്ടി ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി ഇതൊക്കെ കാണാൻ പറ്റണത് പോലെ ഈ ആത്മാവിനെ, കണ്ണിനെ സിദ്ധാഞ്ജനം കൊണ്ട് ശുദ്ധീകരിച്ച് കാഴ്ച ഉണ്ടാക്കുന്നത് പോലെ ആത്മാവിനെ ത്വദ്ഗാഥ ആസ്വാദ സിദ്ധാഞ്ജനം, ആത്മാവിനുള്ള സിദ്ധാഞ്ജനാണ് അങ്ങയുടെ പുണ്യകഥകളെ പറഞ്ഞിട്ടും മറ്റൊരു പറയണത് കേട്ടിട്ടും മറ്റവർക്ക് പറഞ്ഞു കേൾപ്പിച്ചിട്ടും അങ്ങനെ അങ്ങയുടെ പുണ്യചരിതങ്ങളെ ആസ്വദിക്കലാകുന്ന സിദ്ധാഞ്ജനം കൊണ്ട് ആണ് ആത്മാവിനെ എപ്പോഴും ശുദ്ധീകരിച്ചു കൊണ്ടിരുന്നാൽ അഞ്ജനം എഴുതിയിട്ട് കണ്ണ് ശുദ്ധമായിട്ട് കാഴ്ച കിട്ടണത് പോലെ ആത്മാവും ശുദ്ധമായിട്ട് ആ സൂക്ഷ്മ തത്വത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് അതുവരെയുള്ളതിന് അർത്ഥം. എന്നിട്ട് പിന്നെ പറയാണ്, നതു തഥാഭ്യസ്തയാ തർക്കകോട്യ, നതു തഥാ അഭ്യസ്തയാ തർക്കകോട്യ. അതായത് അഭ്യസ്തയാ തർക്കകോട്യ, അഭ്യസ്തയ പറഞ്ഞ നല്ലവണ്ണം അഭ്യസിച്ചിട്ടുള്ള തർക്കകോട്യ, തർക്കശാസ്ത്രം മുതലായ കോടിക്കണക്കിന് ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ നല്ലോണം അഭ്യസിച്ചാലും കൂടിയും തഥാ നതു അതുപോലെ സംഭവിക്കുന്നില്ല. അതുപോലെ അതായത് എത്ര പഠിച്ചാലും ഇതുപോലെ ആ തത്വസൂക്ഷ്മത്തിൽ എത്തിച്ചേരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഭഗവത് കഥകളുടെ ശ്രവണവും കഥനവും പറയലും കേൾക്കലും ആസ്വദിക്കലും കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിച്ചിട്ടാണ് സൂക്ഷ്മ തത്വങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് ലഭിച്ചിട്ട് ഒരു തത്വജ്ഞാനം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് കോടിക്കണക്കിന് തർക്കശാസ്ത്ര ഗ്രന്ഥങ്ങൾ മുതലായവ എത്ര അഭ്യസിച്ചാലും ആ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നില്ല,
തത്വ സൂക്ഷ്മത്തിൽ എത്തിച്ചേരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ഭഗവാന്റെ പുണ്യകഥകൾ കേൾക്കുക, അതിനർത്ഥം ആലോചിക്കുക. ഈ മാതിരി പ്രവൃത്തികൾ കൊണ്ട് എത്രത്തോളം മനസ്സിലെ മലിന കർമ്മ വാസനകളാകുന്ന ആ ചളി മാലിന്യങ്ങൾ തുടച്ചു കളയുന്നുവോ അത്രത്തോളം അന്ധകരണം ഇങ്ങനെ ശുദ്ധമായി വരും. അപ്പൊ സൂക്ഷ്മബോധം ആ അന്ധകരണത്തിൽ താനെ വിളങ്ങി വരും. അതുതന്നെയാണ് പരമാത്മ ജ്ഞാനം. അപ്പൊ നേത്രരോഗമുള്ള ഒരുവന് കണ്ണിന് കാഴ്ച മങ്ങിയിട്ടോ ഇല്ലാണ്ടോ ഇരിക്കും. ക്രമേണ ഈ സിദ്ധാഞ്ജനം ഇങ്ങനെ കണ്ണില് തേച്ച് ആ സിദ്ധാഞ്ജനം അങ്ങനെ ശീലിച്ചു വരുമ്പോൾ കണ്ണിലെ രോഗം മാറുകയും പദാർത്ഥങ്ങളെ കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ നേത്രരോഗം മാറുംതോറും കാഴ്ച ഉണ്ടാകുന്നത് പോലെ ഭക്തി വർദ്ധിക്കും തോറും സ്വരൂപജ്ഞാനവും വർദ്ധിച്ചു വരുന്നു എന്നാണ്. എന്നിട്ട് നതു തഥാഭ്യസ്തയാ തർക്കകോട്യ എന്നാണ്. ഈ എത്ര ശാസ്ത്രജ്ഞാനം ഉണ്ടായാലും ആത്മാവിന് അതുപോലെയുള്ള ശുദ്ധി കൈവരുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 14-ാം അധ്യായത്തിലെ 2 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള അതേ കാര്യം ഈ ഒരു ശ്ലോകത്തിൽ മേൽപ്പത്തൂര് ഒതുക്കി കിടക്കുകയാണേ. അത് ഇതന്നെയാണ് അവിടെയും പറയണത്. അപ്പോ വിദ്യാവാ താപസാന്വിത എന്നൊക്കെ ഉണ്ട്. ഈ അതായത് തപസ്സോട് ചേർന്ന വിദ്യയോ മദ്ഭക്തിയാപേതമാത്മനാം പറഞ്ഞ എന്നിൽ ഭക്തി ഇല്ലാതെയുള്ള ആത്മാവിനെ ന സമ്യക് പ്രപുനാതിഹി നല്ലവണ്ണം പരിശുദ്ധമാക്കുന്നില്ല തന്നെ എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പൊ തപസ്സോട് ചേർന്ന വിദ്യ ഭക്തി ഇല്ലാത്ത ഒരാൾക്ക് ആത്മാവിനെ ശുദ്ധമാക്കുന്നില്ല എന്ന് തന്നെയാണ് പറയണത് അവിടെ. അതുപോലെ അവിടെ അടുത്ത ശ്ലോകത്തിലുണ്ട് കഥം വിന രോമഹർഷം എങ്ങനെയാണ് രോമാഞ്ചം ഉണ്ടാകാതെയും ദ്രവതാ ചേതസം വിന അലിയുന്ന മനസ്സ് ഉണ്ടാകാതെയും വിന ആനന്ദ അശ്രുകലയ ശുദ്ധിയേതു ഭക്തിയ വിനാശയ എന്ന് പറയുന്നുണ്ട്. ആനന്ദ അശ്രുക്കളോട് കൂടിയ ഭക്തിയില്ലാതെ എന്നാണ്. ആശയ കഥം ശുദ്ധിയത് അന്ധകരണം എങ്ങനെ ശുദ്ധമായി തീരും എന്ന് മേൽപ്പത്തൂര് ഇതില് ചോദിച്ച അതേ കാര്യം അവിടെ ഭാഗവതത്തിലുള്ളത് തന്നെയാണ്. 2 ശ്ലോകത്തിലുള്ള അതേ കാര്യം മേൽപ്പത്തൂര് ഇവിടെ ഒരു ശ്ലോകത്തില് ഒതുക്കി, അത്രയേ ഉള്ളൂ. അപ്പോ ഭക്തി വർദ്ധിച്ചിട്ട് മനസ്സലിഞ്ഞ കോളമയിർ കൊണ്ട് ആനന്ദാശ്രു ധാരധാരയായി ഒഴുകുമ്പോൾ മനസ്സ് പരിശുദ്ധമായി തീരുന്നു. ഭക്തിയില്ലെങ്കിൽ പിന്നെ വളരെ വിദ്യ പഠിച്ചാലും തപസ് ചെയ്താലും ഒന്നും മനഃശുദ്ധി ഉണ്ടാവില്ല. ഭഗവത് കഥകളുടെ ശ്രവണ കീർത്തന ആദികള് സിദ്ധാഞ്ജനം കണ്ണിന് എന്നതുപോലെ ആത്മാവിന് പരിശുദ്ധി നൽകണു. അങ്ങനെ ശാസ്ത്രാഭ്യാസം കൊണ്ട് ആത്മാവിന് അതുപോലെ ശുദ്ധി കൈവരുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിന്റെ ഒരു ആകെയുള്ള അർത്ഥം. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ചിത്താർദ്രീഭാവമുച്ചൈർവപുഷി ച പുളകം ഹർഷബാഷ്പം ചഹിത്വാ ചിത്തം ശുദ്ധ്യേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേ ത്വദ്ഗാഥാസ്വാദസിദ്ധാഞ്ജന സതതമരീമൃജ്യമാനോയമാത്മാ ചക്ഷുർവത് തത്വസൂക്ഷ്മം ഭജതി നതു തഥാഭ്യസ്തയാ തർക്കകോട്യാ.